6 monthസിനുള്ളിലാണ് എൻ്റെ ഡാഡിക്ക് സ്ട്രോക്ക് വരുന്നതും ഡാഡിയെ പരിചരിക്കാൻ ഇടയാവുന്നതും. അന്ന് മുതൽ ഇന്ന് വരെ ഡാഡിയുടെ അവസാന നിമിഷം വരെ എനിക്ക് ഡാഡിയെ നോക്കാൻ പറ്റി. അതെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഡാഡിയെ സംബന്ധിച്ച് ഞങ്ങൾ ഗേൾസ് ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. ചെറുപ്പത്തിൽ ഞങ്ങളോട് പറയുമായിരുന്നു, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ പെൺപിള്ളേർ എൻ്റെ ചുറ്റിനും ഇരുന്ന് കരയണമെന്ന്. അപ്പം ഞാനിപ്പം ഇച്ചിരി മുമ്പ് അത് ആലോചിച്ചത്. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നപ്പം ഡാഡി ഞങ്ങളെ കുഞ്ഞിലെ ഒരു 6-7 വയസ്സിലുള്ളപ്പം ഞങ്ങളോട് പറയുന്ന ആ വാക്കുകൾ ഞാൻ ആലോചിച്ചു പോയി. പിന്നെ ഹോസ്പിറ്റലിൽ അസുഖം വന്നാലും ഞങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ഡാഡി തരാറില്ല. എല്ലാം ആയുർവേദ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്സ് അത്രയും എന്നുവെച്ചാൽ ആ ഒരു കെയർ ഞങ്ങൾക്ക് തന്നിരുന്നത്. പിന്നെ ഞങ്ങളെ പിള്ളേരെ വളർത്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ കൺസേൺ ആയിരുന്നു. ഓവർ കൺസേൺ കാരണം ഞങ്ങൾക്ക് തന്നെ അത് പല പ്രാവശ്യം ശ്വാസം മുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, എങ്ങനെയും ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു ഞങ്ങൾക്ക്. ബട്ട് ഡാഡി അത് സ്നേഹം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് തന്നെന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പം മോഡേൺ മെഡിസിന് ടോട്ടൽ അഗെയിൻസ്റ്റ് ആയിട്ടിരുന്ന ഡാഡി പല പ്രാവശ്യവും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കൊണ്ടുപോകുമ്പോഴും ആയുർവേദ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ ഡാഡിയുടെ രീതിയിൽ ആയുർവേദ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മരുന്ന് കഴിക്കത്തില്ലായിരുന്നു, ഭയങ്കര വാശിയായിരുന്നു. നമുക്കതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ഒത്തിരി ഫേസസിൽ കൂടി പോയി. ബട്ട് ഞങ്ങൾക്ക് അതിൻ്റെ സ്ട്രെങ്ത് തന്നു, ഞങ്ങൾക്ക് ദൈവം അതിൻ്റെ സ്ട്രെങ്ത് തന്നു. എല്ലാ രീതിയിലും ഡാഡിയെ ഞങ്ങൾക്ക് അവസാന നിമിഷം വരെ ഞങ്ങളുടെ കൈവെള്ളിയിൽ നോക്കാൻ ഉള്ള കരുത്ത് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നു. പിന്നെ ഡാഡിക്ക് അഭിമാനത്തോടുകൂടി പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ ഞങ്ങളെല്ലാം നല്ല രീതിയിലാണ് ഇപ്പം ഞങ്ങളുടെ എല്ലാം ജീവിതം നയിക്കുന്നത്. അതിൽ ഡാഡിക്ക് അഭിമാനിക്കാം. പിന്നെ ഡാഡി 83 years കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഒരു നല്ല കറേജിയസ് ആയിട്ടുള്ള ലൈഫാണ് ഡാഡി ലീഡ് ചെയ്തത്. സോ ഡാഡി മരിക്കുന്നതിൻ്റെ തലേദിവസം ഡാഡി ആകെ ചോദിച്ചൊരു കാര്യം, ഡാഡിക്ക് ഹൽവ കഴിക്കണമെന്നാണ്. ആൻഡ് ദാറ്റ് ഡേ ഹി വാസ് വെരി ഹാപ്പി. ആൻഡ് ഡാഡിക്ക് ഞാനൊരു ഹാഫ് പീസ് ഹൽവ ഡാഡിയെ കഴിപ്പിച്ചു. എൻ്റെ പിന്നെ വാ തുറന്നു തന്നു, താന്ന് പറഞ്ഞിട്ട്. അപ്പം ഡാഡിക്ക് അത് ഞാനിങ്ങനെ വായി വെച്ച് കൊടുത്തു. ആൻഡ് ഹി വാസ് സ്മൈലിംഗ് അറ്റ് മീ. ആൻഡ് ഹി ഹാഡ് എ very pleasant face that day. അപ്പം ഞാൻ വിചാരിച്ചു ഡാഡി മേ ലീവ് ഫോർ ലൈക്ക് ഫ്യൂ months എന്നൊരു തോട്ട് എനിക്ക് വന്നു. ബട്ട് മേ ബി ഡാഡിക്ക് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു 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 വിളി വന്ന് കാണാം. ദിസ് ഈസ് ലൈക്ക് ഗോയിങ് ടു ബി ദ എൻഡ്. സോ ഐ ഫീൽ he had a very good life എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഡാഡി യാത്ര ചെയ്യുന്നത്.